നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉണ്ടല്ലോ, സെൽഫി ക്യാമറ. ഈ ക്യാമറയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട്. 99% ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല ഇങ്ങനെയൊരു പ്രശ്നമുള്ള കാര്യം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. നമ്മൾ സാധാരണയായിട്ട് ബാക്ക് ക്യാമറ കൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. നേരെ മറിച്ച് നമ്മൾ ഫ്രണ്ട് ക്യാമറയിലൂടെ സെൽഫി ഫോട്ടോ ആണ് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെൽഫി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒന്ന് സൂം ചെയ്ത് നോക്ക്. പുതിയ മൊബൈൽ ഫോൺ ആണെങ്കിൽ വൈഡ് ആംഗിൾ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നല്ലാതെ നമുക്ക് ബാക്ക് ക്യാമറയെ പോലെ സൂം ചെയ്തെടുക്കേണ്ട ഒരു ഓപ്ഷൻ സെൽഫി ക്യാമറയ്ക്കില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം തരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു പ്രശ്നം തരണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വലിയൊരു ഉപകാരമാണ്. സാധാരണയായിട്ട് മുഖത്ത് ടച്ചപ്പ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ പല്ലൊക്കെ നോക്കേണ്ട സമയത്ത് നമ്മൾ കണ്ണാടിയിലല്ലേ നോക്കാറ്. എന്നാൽ നമ്മുടെ സെൽഫി ക്യാമറ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ എല്ലാ ഭാഗങ്ങളും വളരെ ഫോക്കസ് ചെയ്തിട്ട് പിമ്പിൾസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കണ്ണിൽ കരട് പോയിട്ടുണ്ടോ, പല്ല് നോക്കണോ, എല്ലാം തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് ഇതുപോലെ നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. എൻ്റെ ഫോണിലെ സെൽഫി ക്യാമറയുടെ ഫോട്ടോ മോഡാണ്. നിങ്ങൾക്ക് കാണാം സൂം ചെയ്യാൻ സാധിക്കില്ല സെൽഫി ക്യാമറയിൽ. ഓക്കെ, നമ്മുടെയൊക്കെ ഫോണിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനെ തരണം ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ QR കോഡ് ഉണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം മറ്റൊരു മെത്തേഡ് പറയുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആകെ ഒരു ക്യാമറയുടെ പെർമിഷൻ മാത്രമേ കൊടുക്കണ്ടൂ. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പരസ്യങ്ങളുണ്ടാവും. പരസ്യങ്ങൾ തടയേണ്ട ഒരു ഓപ്ഷൻ കൂടി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ ഈ ക്യാമറയുടെ പെർമിഷൻ കൊടുത്താൽ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ സെൽഫി ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് സൂം ചെയ്യേണ്ട ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് മുകളിലോട്ടേക്ക് നമ്മൾ നീക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഒരുപാട് ദൂരത്താണ് നിൽക്കുന്നത്, സാധാരണ ചെയ്യുന്നത് പോലെ അടുത്ത് നിന്നാൽ നിങ്ങൾക്ക് നല്ലപോലെ സൂം ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ക്യാമറയുടെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും. എൻ്റെ ക്യാമറയിൽ നല്ല ക്വാളിറ്റിയാണ്. കുറച്ചുകൂടി അടുത്ത് വെച്ച് സൂം ചെയ്യുകയാണെങ്കിൽ മുഖത്തിൻ്റെ അടുത്ത് നമുക്ക് സൂം ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടാം. പിന്നെ വെളിച്ചത്തു നിന്ന് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും നമുക്ക് മിററിൽ നോക്കുന്നത് പോലെ തന്നെ ലൈവ് നമ്മളെ കാണാം. ഇനി ഇവിടെ ഫ്രീസിങ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഭാഗം ഇതുപോലെ ഫ്രീസ് ചെയ്ത് നിർത്തി നോക്കാൻ സാധിക്കുന്നതാണ്. ഫോട്ടോ എടുക്കേണ്ട ഓപ്ഷൻ ഇല്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒരു മിറർ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇനി ഈ ആപ്ലിക്കേഷനിൽ പരസ്യം കാണിക്കാതിരിക്കാൻ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആപ്പ് ഇൻഫോയിലേക്ക് പോയാൽ മതി. ചില ഫോണിൽ ചെറിയ മാറ്റം ഉണ്ടാവും. സാംസങ് ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ യൂസേജ് എന്നോ അല്ല ഡാറ്റ യൂസ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഡാറ്റ യൂസേജ് എന്ന് ഇത് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. ഇതിപ്പോൾ റെഡ്മിയുടെ ഫോണാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ ഡാറ്റയും വൈഫൈയും ഓഫ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടും ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്നും വെബ്സൈറ്റിലേക്ക് വരാൻ അറിയാത്തവർ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം ടെക് എന്ന് എഴുതിയതിന് ശേഷം ഒരു ഡോട്ട് ഉണ്ട്. അതിനുശേഷം ഫ്രഷ് ജോബ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതണം. അതിനുശേഷം വീണ്ടും ഡോട്ട്, ശേഷം കോം എന്ന് എഴുതിയതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. ഇപ്പോൾ ആദ്യം തന്നെ അഡ്വാൻസ്ഡ് സെൽഫി ക്യാമറയുടെ പോസ്റ്റർ ഉണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പോസ്റ്റർ അല്പം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇനി ഈ പോസ്റ്റർ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് 3 ലൈൻസ് കാണാം. ആ 3 ലൈൻസിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ബാറിൽ സെൽഫി എന്ന് ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ലഭിക്കും. ഇവിടെ റീഡ് മോർ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡിംഗ് പേജ് ലഭിക്കുന്നതാണ്. 10 സെക്കൻഡുകളെടുത്ത് വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.